الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم സത്യ വിശ്വാസിനികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായും മറ്റും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സമ്പൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 12ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബകളെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള സൽവിചാരം എന്നത്. അതിനെ കൂടെ തന്നെ നാം ചേർത്തി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊന്നാണ് എല്ലാവരെയും കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് പ്രത്യേകിച്ചും സൽവിചാരം വെച്ചു പുലർത്തേണ്ടവരാണ് ഒരു സത്യവിശ്വാസി എന്നത്. മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനല്ല നാം പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ കുറിച്ച് സൽവിചാരം വെച്ചു പുലർത്തുക, നന്മകൾ കാണുക, അവരുടെ വാക്കിലോ പ്രവർത്തികളോ നമുക്ക് തെറ്റായി തോന്നിയ വല്ലതും ഉണ്ടെങ്കിൽ പോലും അത് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ
അതിൽ സമാധാനമടയാനാണ് നാം പരിശ്രമിക്കേണ്ടത്. നമ്മൾ കാണേണ്ടത് നമ്മുടെ കുറവുകളാണ്, നമ്മുടെ കുറ്റങ്ങളാണ്. മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിച്ച് പാരത്രികമായ ലോകത്ത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് അല്ലാഹും റസൂലും എല്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ പോരായ്മകൾ നാം പിന്നാലെ കൂടി ചികഞ്ഞന്വേഷിച്ച് നടക്കുന്നുവെങ്കിൽ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാൻ ദുനിയാവിലും പരലോകത്തും അത് നിമിത്തമായി മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇമാം അബൂദാവൂദ് മറ്റും ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസിൽ കാണാൻ നബി തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുൽ ഈമാനു ഖൽബ. നാവ് കൊണ്ട് വിശ്വസിച്ച ചില ആളുകളുണ്ട്, ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. അത്തരം ആളുകളെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ലാ തഗ്താബു അൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് ഗീബത്ത് പറയരുത്, അവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ പോരായ്മകളെ ന്യൂനതകളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യാൻ പാടില്ല എന്നാണ്. ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ചകഞ്ഞന്വേഷിച്ച് അതിന് പിന്നാലെ കൂടി അയാൾ എന്താണ് പറഞ്ഞത്, അയാളെന്താ ഇങ്ങനെ പറഞ്ഞത്, അയാളുടെ സാഹചര്യം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പോരായ്മ അയാൾക്ക് ഉണ്ടോ എന്ന് ചികഞ്ഞന്വേഷിച്ച് പിന്നാലെ നടന്ന് അങ്ങനെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കരുത്. കാരണം ഫൈന്നഹു മനിത്തബഅ ഔറാത്തിഹിം, അങ്ങനെ വിശ്വാസികളുടെ പോരായ്മകളെ ന്യൂനതകളെ ഒരാൾ ചെക്കിച്ചകഞ്ഞ് പിന്നാലെ കൂടി അന്വേഷിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പോരായ്മകളെ പിന്തുടരുമെന്ന്, അവന്റെ പോരായ്മകളെ പടച്ച റബ്ബ് അങ്ങനെ പിന്തുടരും. അങ്ങനെ ഒരുത്തന്റെ പോരായ്മകൾ പടച്ച റബ്ബ് പിന്തുടർന്നാൽ പിന്നെ ഫലഹു, അവനെ വശലാക്കും. ഫീ ബൈത്തിഹി, അവനെ വീട്ടിലാണെങ്കിൽ പോലും, വീട്ടിൽ വെച്ച് പോലും അവൻ അല്ലാഹു തആല വശലാക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഏറെ ഗൗരവമായി കാണേണ്ടുന്ന ചില വചനങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഹദീസ്. പലപ്പോഴും നമ്മുടെ കുറ്റങ്ങളല്ല നമ്മൾ കാണാറുള്ളത്. നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരും, നമ്മളൊക്കെ എല്ലാം മുന്തിയവരും, ഒരു പോരായ്മയുമില്ലാത്തവരും, എല്ലാ ദൗത്യങ്ങളും നിർവഹിച്ച് എല്ലാം തികഞ്ഞവരായിട്ട് നമ്മളെപ്പറ്റി പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. മറ്റാരെ പറ്റി ചോദിച്ചാലും അവർക്കില്ലാത്ത കുറ്റങ്ങളില്ല. നമ്മളെ വേണ്ടപ്പെട്ടവരാകട്ടെ, മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ജഠാനിയന്മാരോ ഏറ്റവും അടുത്തവരെ കുറിച്ച് പോലും ചോദിച്ചാൽ പോലും അവരുടെ പോരായ്മകളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ, നമ്മുടെ നാവിന് മുമ്പിൽ പെട്ടെന്ന് വരാറുള്ളത്. അവരെ കുറിച്ച് ധാരാളമായി അവരെ പോരായ്മകൾ പറയാനാണ് പലപ്പോഴും ആവേശമുണ്ടാവാറുള്ളത്. മാത്രവുമല്ല, ചികഞ്ഞന്വേഷിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ആളെ ഏൽപ്പിച്ച് അങ്ങനെയൊക്കെ പിന്നാലെ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പലപ്പോഴും പരിശ്രമിക്കാറുള്ളത്. കുറ്റമില്ലാത്ത ആളുകളില്ല, കുറവുകളില്ലാത്ത, എല്ലാം തികഞ്ഞ ആളുകളില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ഹുസ്നുൽ ദന്നാണ്, സൽവിചാരമാണ്. എത്ര മോശപ്പെട്ടവരാണെങ്കിലും അവനെപ്പറ്റി സൽവിചാരം വെച്ചു പുലർത്തുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ രക്ഷപ്പെടണമെന്ന, ഇഹത്തിലും പരത്തിലും അവൻ രക്ഷപ്പെടണമെന്ന സൽവിചാരവും പ്രാർത്ഥനയും ആ നിയ്യത്തുമാണ് ഓരോരുത്തരെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടത് എന്നതാണ് അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെടുന്നത്. നബി തങ്ങളെ കുറിച്ച്, നബിയോട് പോലും ചില സ്വഹാബിമാരെ കുറിച്ച് മോശമായി പറയുമ്പോൾ, ചില തെറ്റുകളിൽ പിടിക്കപ്പെട്ട സ്വഹാബിമാരെ അറാബികളെ കുറിച്ച് പോലും നബിയോട് എന്ന് പറയുമ്പോൾ പോലും നബി തങ്ങൾ പറഞ്ഞ സൽവിചാരത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. നബി തങ്ങൾ പിന്നെ ഞാൻ വിട്ടേക്കുക, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അവൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, റസൂലിനെ സ്നേഹിക്കുന്നവനാണ് എന്നാണ് അവനെ പറ്റി എന്റെ ധാരണ എന്ന് നബി തങ്ങൾ പറഞ്ഞ സംഭവങ്ങൾ കാണാൻ കഴിയും. മോശമായി ചെയ്തവരെ കുറിച്ച് പോലും അതിലും ചില ന്യായങ്ങൾ കണ്ടെത്തി അവൻ ആക്ഷേപിക്കാൻ തുടങ്ങിയാതെ വല്ല അബദ്ധവും പറ്റിയെങ്കിൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളും സ്വഹാബിമാരും എല്ലാം നമ്മെ പരിചയപ്പെടുത്തത്. ഉമർ ഖത്താബ് പറഞ്ഞു,
നിന്റെ സഹോദരനിൽ നിന്ന് ഇഷ്ടമില്ലാത്ത വല്ലതും നീ കേട്ടാൽ പോലും നീ അന്വേഷിക്കേണ്ടത് അവന് വല്ല ഉദറുമുണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ പറയാൻ കാരണമുണ്ടാവാം, എന്നൊരു ന്യായമുണ്ടാകാം. ആ ന്യായം കണ്ടെത്താനാണ് നീ ശ്രമിക്കേണ്ടത്. ഇനി അതിനും നിനക്ക് സാധിച്ചില്ല എങ്കിലും ഒരുപക്ഷെ നിനക്കറിയാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ഒരു വഴി അതിലുണ്ടായേക്കാം എന്ന് മനസ്സിലാക്കി നിന്റെ സഹോദരനെ കുറിച്ച് സൽവിചാരം കളയാതിരിക്കാൻ, ആ സൽവിചാരം നിലർത്താനാണ് നീ ശ്രമിക്കേണ്ടത് എന്നാണ്. ധാരാളമായി സ്വഹാബിമാരിൽ നിന്ന് ഇത്തരം ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബിമാരും ശേഷക്കാരുമായ താബിഈങ്ങളുമല്ലാത്തവരുമായവരൊക്കെ ഈ രംഗത്ത് ധാരാളമായ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നതായി കാണാൻ കഴിയും. ഒരിക്കലും മറ്റുള്ള ആളുകളുടെ പിന്നാലെ കൂടി അവന്റെ കുറ്റങ്ങളെയും കുറവുകളെയും ചികഞ്ഞന്വേഷിച്ച് അതിൽ കണ്ടെത്തി അത് സമാധാനമടഞ്ഞ് അത് പ്രചരിപ്പിച്ച് ഇതിന് അവരെ കുറിച്ച് എപ്പോഴും ഒരു മോശമായ അഭിപ്രായം കിട്ടിയാൽ വലിയ സന്തോഷമായി, വലിയ സമാധാനമായി, ഓനൊക്കെ ഒന്നിനും പറ്റാത്തവനാണ്, അവനൊക്കെ ഒന്നിനും ഇല്ലാത്തവരാണ്, അവരൊക്കെ പോരായ്മയുള്ളവരാണ് എന്ന് മനസ്സിലാക്കാനല്ല അല്ലാഹു റസൂൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. പകരം അവരെ കുറിച്ചെല്ലാം സൽവിചാരം വെച്ച് പുലർത്താൻ തന്നെയാണ് അല്ലാഹു റസൂലും നമ്മോട് കൽപ്പിക്കുന്നത് എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ബക്കർ ബിൻ അബ്ദുല്ലാ അൽ മുസ്ലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, നീ സൂക്ഷിക്കണം ഇയ്യാക മിനൽ കലാം, ചില സംസാരങ്ങളെ നീ സൂക്ഷിക്കണം. ആ സംസാരങ്ങളുടെ പ്രത്യേകത മാ ഇൻ അസബ്ത ഫീഹി ലം തുഅ്ജർ, നിന്റെ ആ സംസാരം ശരിയാണെങ്കിൽ കൂലി കിട്ടുന്ന വർത്തമാനമൊന്നുമല്ല. അതേസമയം തെറ്റാണ് എങ്കിലോ ഫൈൻ അസിംത വഹുവ സൂഉൽ ദന്നി ബിക് വഇൻ അഖ്തഅത ഫഖദ് അസിംത, തെറ്റാണെങ്കിലോ കുറ്റം കിട്ടുകയും ചെയ്യും. അത്തരം പദങ്ങളെ നീ സൂക്ഷിക്കണമെന്നാണ്. ആ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ കൂലി കിട്ടുന്ന കാര്യമൊന്നുമല്ല, എന്നാൽ തെറ്റാണെങ്കിലോ കുറ്റം കിട്ടാൻ അത് മതിലാനും അത്തരം സംസാരങ്ങളെ നീ സൂക്ഷിക്കണേ. വഹുവ സൂഉൽ ദന്നി ബി അഖീക, അതാണ് നിന്റെ സഹോദരനെ കുറിച്ചുള്ള ദുർവിചാരം എന്നതാണ്. ഒരാളെ പറ്റി മോശമായി വിചാരിച്ചു, ആ വിചാരം ശരിയായിരുന്നു വെക്കാം, അങ്ങനെ തന്നെയാണ് അവൻ, മോശപ്പെട്ടവൻ തന്നെയാണ്. എന്നാലും ആ മോശം വിചാരം വെച്ച് പുലർത്തിയതിന് കൂലി കിട്ടുമോ? ഒരിക്കലുമില്ല. ഇനി അഥവാ അങ്ങനെ അല്ല, അവൻ അങ്ങനെ നമ്മൾ വിചാരിച്ചത്ര മോശക്കാരൊന്നുമല്ല എങ്കിലോ അവനെ പറ്റി മോശം വിചാരിച്ചതിന് പ്രതിഫലമല്ല, അവന് ശിക്ഷ ലഭിക്കുകയും ചെയ്യുമെന്നാണല്ലോ. അതുകൊണ്ട് അത് നീ ശ്രദ്ധിക്കണേ എന്നാണ് അദ്ദേഹം പ്രത്യേകമായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല അബൂ നുഐം റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ ബലഗക അൻ അഖീക ശൈഉൻ തക്റഹുഹു, നിന്റെ സഹോദരനെ കുറിച്ച് ഇഷ്ടമില്ലാത്ത വല്ലതും അവൻ പറഞ്ഞു, അവൻ ചെയ്തു എന്നൊക്കെ നിനക്ക് വിവരം കിട്ടിയാൽ ഫൽതമിസ് ലഹു അൽ ഉദറ, നീ അവന് വല്ല ഉദറും കണ്ടെത്താനാണ് നീ ശ്രമിക്കേണ്ടത്. എന്തെങ്കിലും ഒക്കെ ഉദറുണ്ടാകും, എന്തെങ്കിലും ന്യായം ഉണ്ടാകും എന്ന് നീ അത് കണ്ടെത്താൻ ശ്രമിക്കുക. എങ്ങനെ നോക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഫഖുൽ, അപ്പോഴും നീ പറഞ്ഞോ, എന്ത് പറയല, അല്ലലി അഖി ഉദ്റൻ ലാ അഅലമുഹു, ഒരുപക്ഷെ എനിക്കറിയാത്ത എന്തെങ്കിലും ന്യായങ്ങൾ അവൻ ഉണ്ടായേക്കാം, അതുകൊണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവൻ ചെയ്യില്ല എന്ന് അവനെ കുറിച്ച് അപ്പോഴും ഒരു നല്ല വിചാരം വെച്ചു പുലർത്താൻ തന്നെയാണ് മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചതെന്നാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ശീലം സഹോദരങ്ങളെ ശീലിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ്, സ്വയം ഉണ്ടാവില്ല. അത് നന്നായി നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ കുറ്റങ്ങളെയും നമ്മുടെ കുറവുകളെയും പിന്നാലെ കൂടി അത് മനസ്സിലാക്കി ഞാനൊന്നുമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവരെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്താൻ കഴിയുക. അതേസമയം അവനവനെപ്പറ്റി ഒരു ഉജബ്, അവനവനെപ്പറ്റി ഒരു അമിതമായ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ ഒരു സ്വയം താൻ നല്ലവനാണ് എന്ന താൻ ബോരിമ, അതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചെറുതാക്കാനാണ് പലപ്പോഴും അവന് സാധിക്കുക. അതല്ല വേണ്ടത്. കിബർ എന്താണ്, അഹങ്കാരം എന്താണ് എന്ന ചോദ്യത്തിന് നബിതങ്ങൾ പോലും നൽകിയ വിശദീകരണം അങ്ങനെയാണല്ലോ. കിബർ ബത്റുൽ ഹഖി വഗംതുൻ നാസ് എന്നാണ്. ഹക്കിനെ അവമതിക്കുക, ഹക്ക് സത്യം മനസ്സിലായാലും തള്ളിക്കളയുക. വഗംതുൻ നാസ്, ജനങ്ങളെ അവമതിക്കുക, ആളുകളെ പുച്ഛിക്കുക, ആളുകളൊക്കെ ഒന്നിനും പറ്റാത്തവരായി ഒരൊക്കെ മോശക്കാരായി കണക്കാക്കുക. ഞാൻ മാത്രമാണ് നല്ലത്, ഞാനാണെല്ലാം തികഞ്ഞവൻ എന്ന് പറഞ്ഞ ആരെന്തു പറഞ്ഞാലും അവിടെ സംസാരിച്ചതൊക്കെ എന്തെങ്കിലും കുറ്റം കണ്ടെത്തി, ഒരു പോരായ്മ കണ്ടെത്തി, അതിനൊക്കെ അടച്ചാക്ഷേപിച്ച് അതിനെല്ലാം മോശമായി കണക്കാക്കി നമ്മളൊക്കെ തികഞ്ഞവരായി വിചാരിക്കുന്ന ആ ശൈലിയെ പറ്റിയാണ് കിബർ അഥവാ അഹങ്കാരമെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശീലങ്ങൾ ഇല്ലാതിരിക്കാനാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിന് ആളുകളെ പറ്റി എപ്പോഴും മതിപ്പുണ്ടാകുകയാണ് ഒന്നാമതായി വേണ്ടത്. എല്ലാരെയും കുറിച്ച് അവിടെ ഒരു നിലയും വിലയും മനസ്സിലാക്കി, അവിടെ സ്ഥാനം മനസ്സിലാക്കി പെരുമാറുക.
അതാണ് പ്രത്യേകിച്ച് ആ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഉസ്താദായ ഇബ്നു തൈമിയെ കുറിച്ച് പറയുന്നു, ഈ സൽവിചാരം എന്ന സ്വഭാവ ഗുണം അദ്ദേഹത്തെക്കാളേറെ ഉള്ള ഒരാളെയും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം ആരെ കണ്ടാലും അവരെ കുറിച്ചെല്ലാം സൽവിചാരം വെച്ച് പുലർത്തുകയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും ആരെ പറ്റി മോശമായ ധാരണ വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹത്തെ പ്രത്യേകം ഉണ്ടായിരുന്നുവെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓതി വെച്ച ആയത്തും അതാണ്. അല്ലാഹ് നമ്മോട് ആവശ്യപ്പെട്ടത് സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചുകൊണ്ടല്ല പറഞ്ഞു, ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി, നിങ്ങൾ ഊഹങ്ങൾ മിക്കവാറും വെടിയണമെന്നാണ്. ഊഹങ്ങൾ വെടിയുക. കാരണം ഫഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ പലതും കുറ്റകരമാണ് എന്നാണ്. നബി തങ്ങളും പറഞ്ഞു, ഇയ്യാകും വൽ ളന്ന, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണേ. ഫഇന്നൽ ളന്ന അക്ദബുൽ ഹദീസ്, ഏറ്റവും കളവായ സംസാരമാണ് ളന്ന്, ഊഹങ്ങൾ എന്നുള്ളത്. അവൻ അങ്ങനെ ആയിരിക്കും, ഇവൻ എങ്ങനെ ആയിരിക്കും, അവൻ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഓരോരുത്തരെ കുറിച്ചും അങ്ങനെ മോശം വിചാരിക്കുക. എന്താ അവന്റെ ഉള്ളിലെ അവസ്ഥ നമുക്കറിയില്ല, ഒരുപക്ഷെ അന്വേഷിച്ചത് പോലും ഉണ്ടാവില്ല. എന്നാലും അതങ്ങ് എല്ലാം വെച്ച് പരസ്പരം ബന്ധിപ്പിച്ച് കണക്ട് ചെയ്ത് അയാളെ പറ്റി മോശമായ വിചാരം വെച്ച് പുലർത്തി എല്ലാരെ കുറിച്ചും അങ്ങനെ സൂഉൽ, അത് ശരിയല്ല എന്നാണ്. മാത്രവുമല്ല വലാ തജസ്സസു, നിങ്ങൾ അങ്ങനെ ഒരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കുറ്റങ്ങളെയും കുറവുകളെയും ചികഞ്ഞന്വേഷിക്കുന്ന പണി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചാരപ്പണി ചെയ്യാൻ പാടില്ല. വലാ തജസ്സസു, ചാരവൃത്തി ചെയ്യുക. അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനറിയാതെ അവനെ ഫോളോ ചെയ്ത് അവനറിയാതെ ഓനെപ്പറ്റി അന്വേഷിച്ച് എന്നിട്ട് അവന്റെ എന്തെങ്കിലും ഒരു പോരായ്മ കിട്ടുമോ എന്ന് തെരഞ്ഞു പിടിച്ചോ കിട്ടിപ്പോയി എന്ന മട്ടിൽ അതുമായി നടക്കുന്ന പണി, അതാണ് വലാ തജസ്സസു, അത് ചെയ്യാൻ പാടില്ല. വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ള, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയുകയും ചെയ്യരുത് എന്നാണ്. കുറ്റങ്ങൾ പറയരുത്. നബി തങ്ങൾ ചോദിച്ചുവല്ലോ, നബിയെ ഈ ഗീബത്ത് പറയാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം അവന് ഉണ്ടെങ്കിലോ നബിയെ, ഉള്ള കാര്യമാണെങ്കിലോ, നബി തങ്ങൾ പറഞ്ഞ ഉള്ള കാര്യമാണെങ്കിൽ ഗീബത്താണ് പറഞ്ഞത്, ഇല്ലാത്ത കാര്യമാണെങ്കിലോ അത് കളവാണ്. ഫഖദ് ബഹത്തഹു, നീ അവനെപ്പറ്റി കളവുണ്ടാക്കി പറഞ്ഞവനായി മാറുമെന്നാണ് നബി തങ്ങൾ നൽകിയ വിശദീകരണം. എല്ലാ രംഗത്തും ശ്രദ്ധിക്കണം. വീട്ടിന്റെ ഉള്ളിൽ പരസ്പരമുള്ള ബന്ധങ്ങളിൽ അയൽവാസികളുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് എല്ലാ രംഗത്തും പാലിക്കേണ്ടുന്ന മര്യാദകളാണ് അതൊക്കെ. മക്കളുമായി മരുമക്കളുമായി ഉമ്മയുമായി വാപ്പയുമായി ഒക്കെ ഇടപെടുന്ന വിഷയത്തിൽ പോലും ഈ സൽവിചാരം അതിപ്രധാനമാണ്. അവിടെ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കല്ല വേണ്ടത്. എന്തെങ്കിലും സംസാരം കേൾക്കുമ്പോഴേക്ക് അതേക്കുറിച്ചായിരിക്കും, അത് എന്നെ കുറിച്ചായിരിക്കും, അത് മറ്റേ വിഷയം പറയായിരിക്കും. അങ്ങനെ ഊഹങ്ങൾക്ക് മേലെ ഊഹങ്ങളെ വെച്ച് അതിന്റെ മീതെ തീരുമാനമെടുത്തു പോവുകയല്ല വേണ്ടത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ള. ശേഷം അല്ലാഹു തആല ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു, അയുഹിബ്ബു അഹദുകും അയ്യകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങൾ സഹോദരന്റെ മാംസം അവൻ മയ്യിത്തായ അവസ്ഥയിൽ നിങ്ങളത് തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുപോലെയാണ് ഇത് എന്നർത്ഥം. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിന് സമാനമാണ് അവന്റെ അഭിമാനത്തെ തകർക്കുന്ന, അവനെ കൊച്ചാക്കുന്ന, അവനെ മോശമാക്കുന്ന അത്തരം പ്രവണതകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ആ രംഗത്തൊക്കെയുള്ള സൂക്ഷ്മത, ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരെയും കുറിച്ച് സൽവിചാരം വെച്ച് പെട്ടു. വിശിഷ്യ വിശ്വാസികളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവരെ കുറിച്ച് ഒരിക്കലും അങ്ങനെ മോശം വിചാരിക്കാതെ എല്ലാവർക്കും ഖൈർ ആഗ്രഹിക്കുകയും ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ്. കുടിച്ച് കുത്താടി സന്തോഷഭരിതരായി പോകുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ കണ്ടപ്പോ ചില ആളുകൾ യുസഖത്തിയോട് വന്ന് സങ്കടം പറഞ്ഞു. കണ്ടോ ഉസ്താദ്, നമ്മുടെ ആളുകളുടെ അവസ്ഥ കണ്ടോ, വളരെ മോശമാണ്. അവര് കുടിച്ചു കൂത്താടുകയാണ്, ആടിത്തിമർക്കുകയാണ്. അവർക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, ഈ ദുനിയാവിൽ അവർക്ക് സന്തോഷം നൽകിയതുപോലെ പരലോകത്ത് നീ സന്തോഷം നൽകണേ എന്ന് ദുആ ചെയ്തപ്പോ കൂടെയുള്ള ആളുകൾ പോലും അത്ഭുതപ്പെട്ടു. നിങ്ങളോട് നിങ്ങൾ പറഞ്ഞതല്ലല്ലോ, അവർക്കെതിരെ പ്രാർത്ഥിക്കാനേ പറഞ്ഞത്. അദ്ദേഹം അവർക്ക് ഉള്ള പരലോകത്ത് സന്തോഷം കൊടുക്കണമെങ്കിൽ അല്ലാഹു ദുനിയാവിൽ അവർക്ക് പാപമോചനം നൽകണം, മഗ്ഫിറത്ത് നൽകണം. അതല്ലേ നമുക്ക് ആവശ്യം. അവർ പരലോകത്ത് പ്രയാസപ്പെട്ടാൽ നമുക്ക് എന്ത് കിട്ടാനാണ് എന്നാണ് തിരിച്ചവർ ചോദിച്ചത് എന്നാണ്. അതൊക്കെ വല്ലാത്ത മാതൃകകൾ തന്നെയാണ്. മനസ്സിനെ ആ നിലയ്ക്ക് വിശാലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്, ആർക്ക് ഹൈർ കിട്ടിയാലും സന്തോഷമുണ്ടാകുന്ന ഒരു മനസ്സ്, അതാണ് വേണ്ടത്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, സ്വന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളെ ഏതെങ്കിലും നാട്ടിൽ മഴ പെയ്തുവെന്ന് കേട്ടാൽ പോലും എനിക്ക് സന്തോഷമാണ്. വല്ലാഹി മാലി സായിമ,
എനിക്കൊരിക്കലും ഒരു 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 മൃഗങ്ങൾ പോലുമില്ല, അത് മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾ എനിക്കില്ല. മഴ പെയ്താൽ എന്റെ മൃഗങ്ങൾക്ക് ഒരു ഉപകാരമായത് കൊണ്ടല്ല എനിക്ക് സന്തോഷം ഉണ്ടായതെന്നർത്ഥം. ഒരു മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾ ഉണ്ടെങ്കിൽ മഴ പെയ്താൽ പുല്ല് മുളക്കും, വെള്ളം കിട്ടും, എന്റെ നാക്കാലികൾക്ക് അതൊരു സൗകര്യമായി എന്ന് വിചാരിക്കാൻ അങ്ങനത്തെ കന്നുകാലികൾ പോലും എനിക്കില്ല. എന്നാലും ഒരു മഴ പെയ്തു, മുസ്ലിമീങ്ങൾക്ക് ആശ്വാസം കിട്ടി, അവിടെ വെള്ളം കിട്ടി, അത് ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് സന്തോഷമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സ്വന്തത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ എത്രയാണ് ആ മനസ്സിന്റെ വിശാലത. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സ്വന്തത്തെ പരിശീലിപ്പിച്ചെടുക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളല്ല നാം ചികഞ്ഞന്വേഷിക്കേണ്ടത്. നേരെ മറിച്ച് സ്വന്തം കുറ്റങ്ങളെയും സ്വന്തം കുറവുകളെയും പറ്റി ചിന്തിക്കുകയും അതിനെ ഗൗരവമായി കാണുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികൾ പാപങ്ങളെ ഗൗരവമായി കാണുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മുഅ്മിൻ തന്റെ പാപങ്ങളെ കാണുക തലക്കു മീതെ ഏത് നിമിഷവും ഉതിർന്നു വീഴാൻ നിൽക്കുന്ന ഒരു പർവ്വതം ഉള്ളതുപോലെയാണ് എന്നാണ്. ഒരു മലയുടെ ചുവട്ടിൽ ഒന്നാകെ തകർന്നിങ്ങോട്ട് വീഴാൻ നിൽക്കുന്ന, ഒന്നാകെ പൊട്ടിപ്പിളർന്ന് ആ പർവ്വതമൊന്നാകെ ഇങ്ങോട്ട് വീഴാൻ നിൽക്കുന്ന ആ പർവ്വതത്തിന് ചുവട്ടിലിരിക്കുന്ന ഒരാൾ, അയാൾക്കുണ്ടാകുന്ന ആശങ്ക, അയാൾക്കുണ്ടാകുന്ന ബേജാറ്, ഏത് സമയവും ഈ പർവ്വതമൊന്നാകെ തകർന്നു വീഴാം, അതിനടിയിൽ ഞാൻ അകപ്പെട്ടു പോകാം, ചതഞ്ഞരിഞ്ഞ് ഇല്ലാതായി പോകാം എന്ന മട്ടിൽ ആ മലയുടെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണോ അതുപോലെയാണ് സത്യവിശ്വാസി തന്റെ പാപങ്ങളെ കാണുക. അവന്റെ തിന്മകൾ, അവന്റെ പാപങ്ങൾ, ഇതുകൊണ്ട് എന്റെ പരലോകം നഷ്ടപ്പെടുമോ, ഇതുകൊണ്ട് എനിക്ക് നഷ്ടമായി മാറുമോ, എന്റെ സ്വർഗമില്ലാതായി പോകുമോ എന്ന ആശങ്ക സ്വന്തം കുറ്റങ്ങളെ കുറിച്ച്, സ്വന്തം തിന്മകളെ കുറിച്ച് വിശ്വാസിക്കുണ്ടാവണം. എന്നാൽ കപടനാണെങ്കിൽ, മുനാഫിക്കാണെങ്കിൽ അവൻ പാപങ്ങളെ കാണുക തന്റെ മൂക്കിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലെ മാത്രമാണ്. കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആ ഈച്ചയങ്ങ് പാറിപ്പോകുന്നു എന്നതുപോലെയാണ് കപടവിശ്വാസി തന്റെ പാപങ്ങളെ കാണുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതിൽ ഏതിലാണ് എന്ന് നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. തെറ്റുകൾ സംഭവിച്ചാലും അതൊന്നും ഗൗരവമായി കാണാതെ, അതൊന്നും വിഷയമല്ല, ആരാപ്പ ചെയ്യാത്തത്, ആരാപ്പ അങ്ങനെയുള്ളത്, ആരാപ്പ ശ്രദ്ധിക്കുന്നത്, എന്നാലും എന്റെ അത്രയെങ്കിലും ജീവിതത്തിൽ നിഷ്ഠല്ല, മറ്റാരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ തെറ്റുകളെ ചെറുതായി കാണുകയും നന്മകളെ നാം ഹൈലൈറ്റ് ചെയ്യുകയുമാണ് സ്വന്തം കാര്യത്തിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. നമ്മുടെ നന്മകളെ കുറിച്ച് നമ്മൾ വലിയ മതിപ്പാണ്, നമ്മുടെ നന്മയെപ്പറ്റി നമുക്ക് മതിപ്പാണ്. എന്നാൽ നമ്മൾ തിന്മയെപ്പറ്റി ഒരു ആശങ്കയുമില്ല, ഒരു ബേജാറുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പോലും മനസ്സറിഞ്ഞ് പറയാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം എന്താ, നമ്മൾക്ക് തെറ്റില്ലാത്തതായിട്ട് കണക്കാക്കണം. എന്നാൽ ഒന്നന്വേഷിച്ചാൽ എമ്പാടും അബദ്ധങ്ങൾ നമ്മളെ പക്കലുണ്ടാവും, ധാരാളം തെറ്റുകുറ്റങ്ങൾ എമ്പാടും നമ്മളെ പക്കലുണ്ടാകും. എന്നാൽ അതൊന്നും ഒരു ഗൗരവമായി കാണുന്ന പോലുമില്ലാത്ത അത്ര ഈമാനികമായി തകർന്നിരിക്കുന്നു. എന്നാൽ വിശ്വാസ്യതല്ല, വിശ്വാസത്തിന്റെ പാപങ്ങളെ കാണുക തന്റെ മുകളിലേക്ക് ഒന്നാകെ മറിഞ്ഞു വീഴാൻ പാകത്തിന് മേലെ നിൽക്കുന്ന ഒരു പർവ്വതത്തിന് ചുവട്ടിൽ പോയിരിക്കുന്ന ആളെ പോലെയാണ് ഇത്. ഇതെങ്ങാൻ തകർന്നു വീണാൽ എന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവൻ ഇരിക്കാൻ വല്ല സമാധാനം ഉണ്ടാവോ? ആ മലയുടെ ചുവട്ടിൽ ഇരിക്കാൻ ഒരു വല്ല സമാധാനം ഉണ്ടാവോ? വല്ല ആശ്വാസം ഉണ്ടാകുമോ? ഇല്ല. ഏത് സമയം ജാഗ്രതയും പേടിയും ബേജാറും, എപ്പോഴും ഞാൻ മേൽപോട്ട് നോക്കി ഇതെങ്ങാനും വീഴുന്നുണ്ടോ എന്ന ആ ഒരു നിലക്കാണല്ലോ ആ മലയുടെ ചുവട്ടിൽ അയാൾ പോയിരിക്കുക. എന്നതുപോലെ ഓരോ തെറ്റിനെ പറ്റിയും ആലോചിച്ച് ആ തെറ്റിനെ കുറിച്ച് ചിന്തിച്ച്
അതിന് പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് വിശ്വാസിക്ക് തന്റെ പാപങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. അപ്പൊ റബ്ബിനോട് പൊറുക്കലെത്താൻ ധാരാളമായി ഉണ്ടാകും. നബിതങ്ങൾ പോലും ജീവിതത്തിൽ എത്രയാണ് ഇസ്തിഗ്ഫാർ ചെയ്തത്? ഒരു പാപവും ഇല്ലാഞ്ഞിട്ട് പോലും. പാപസുരക്ഷരാണ്, തെറ്റുപറ്റാത്തവരാണ്. വല്ല മാനുഷികമായ വല്ല വീഴ്ചകളും അറിഞ്ഞോ അറിയാതെ സംഭവിച്ചാൽ പോലും അതെല്ലാം മുൻകൂട്ടി പൊറുക്കപ്പെട്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പോലും സഹാബിമാരെ പറയുന്നു, ഞങ്ങൾ നബിയുടെ കൂടെ സദസ്സിരിക്കുമ്പോൾ നബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈഹി എന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. ഞങ്ങൾ നബി അറിയാതെ ഞങ്ങൾ എണ്ണാറുണ്ട്. വർത്തമാനങ്ങൾക്കിടയിൽ, സംസാരത്തിനിടയിൽ ഒന്നിച്ചിരിക്കുമ്പോ, വർത്താനം പറഞ്ഞിരിക്കുമ്പോ അതിനിടയിൽ പോലും ഇടയ്ക്ക് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് 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 അതൂബു ഇലൈഹി എന്നിങ്ങനെ നബി ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾ എണ്ണും. അങ്ങനെ ഒറ്റ സദസ്സിൽ വെച്ച് 70 പ്രാവശ്യം വരെ നബി ഞങ്ങൾ ഇസ്തിഗ്ഫാർ നിർവഹിച്ചത് ഞങ്ങൾ എണ്ണിയിട്ടുണ്ട് എന്ന് സ്വഹാബിമാരെ പറയുകയാണ്. ഒരു തെറ്റുമില്ലാത്ത നബി ഞങ്ങളുടെ മാതൃകയാണത്. പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവീൻ, വതൂബു ഇലൈഹി, പടച്ചറബ്ബിനോട് തൗബ ചെയ്യുവീൻ, പശ്ചാത്തപിക്കുവീൻ. ഞാൻ എല്ലാ ദിവസവും 100 തവണ പടച്ചറബ്ബിനോട് പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് നബി ഞങ്ങൾ തന്നെ പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. ധാരാളമായി നാവിൽ ഇസ്തിഗ്ഫാർ വരണം. അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈഹി, ആ ആശയമുള്ള പാപമോചനം തേടുന്ന തേട്ടങ്ങൾ ധാരാളമായി ഉണ്ടാകണം. തസ്ബീഹുകൾ വർദ്ധിക്കണം, തഹ്മീദുകൾ വർദ്ധിക്കണം. എന്തേ വല്ലതും കിട്ടുമ്പോൾ മാത്രമല്ല ഒരു അൽഹംദുലില്ലാഹ് പറയേണ്ടത്. എപ്പോഴും റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും സുബ്ഹാനല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് പറയുക, അല്ലാഹു അക്ബർ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാറിന് വലിയ മഹത്വമുണ്ട്. നമ്മളെ പാപങ്ങളെ പറ്റി ആലോചിക്കുമ്പോഴേ ആ ഇസ്തിഗ്ഫാർ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ എനിക്കിപ്പോ എന്താ കുഴപ്പമുള്ളത്, ഞാൻ എന്താ പ്രശ്നമുള്ളത്, ഞാനൊരു വേണ്ടത്തരം ചെയ്യുന്നില്ലല്ലോ, ഞാൻ വലിയ വലിയ തിന്മൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കണ്ട് ഉള്ള തിന്മകളെ ലഘൂകരിക്കാനും അവനവനെ പറ്റി ഒരു ഉജബ്, ഒരു സ്ഥാൻ പോരിമ തോന്നാനും ഒക്കെ പലപ്പോഴും അത് നിമിത്തമായി മാറും. ഒരുപക്ഷെ നമ്മുടെ പരലോകം തന്നെ നഷ്ടമായി പോവാൻ അത് നിമിത്തമായി മാറുകയും ചെയ്യുന്ന ആശങ്ക നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ നിലക്കുള്ള നല്ല ശീലങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുക. പരലോകം ഗൗരവമാണ്, നരകം ഗൗരവമാണ്, സ്വർഗം പ്രധാനമാണ്. അത് മുമ്പിൽ വെച്ചുകൊണ്ടാവണം നാം ഓരോന്നും ആലോചിക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു. ഈ ഐഹിക ജീവിതം അത്രയേ ഉള്ളൂ. ഇന്ന് മരിച്ചാലും ആ യാത്ര സ്വർഗത്തിലേക്കാവണം. നാളെ പാരത്രികമായ ലോകത്ത് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ ഒരു കാരണവശാലും കാരണമായി കൂടാ. സ്വർഗം കിട്ടിയേ പറ്റൂവെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവുക. അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പടച്ചറബ്ബിനോട് ധാരാളമായി ചോദിക്കുക. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും മനുഷ്യന്മാരാണ്. ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടി, പാപമോചനം തേടി, തിന്മയില്ലാത്തവരായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.